ഓക്കെ, ഇത് നമ്മുടെ SSC CHSന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രിലിംസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ആ, ഒരു ഹോൾസെയിലർ എല്ലാ ഐറ്റത്തിനും 300 രൂപയാണ് മാർക്കപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് എല്ലാ 3 ഐറ്റം വാങ്ങിക്കുമ്പോഴും ഒരെണ്ണം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ ഈ 3 വാങ്ങിക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ കൊടുക്കുന്നത് കൂടാതെ ഒരു അഡീഷണൽ ഡിസ്കൗണ്ട് ആയിട്ടുള്ള 10% കൊടുക്കുന്നുണ്ട്. എപ്പോ 10,000 രൂപയിൽ കൂടുതൽ പർച്ചേസ് ചെയ്യുമ്പോൾ. രമേശ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നതിന് മുമ്പ് 10,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫക്റ്റീവ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കാണാനൊരു വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യാൻ പോണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമേ ഞാൻ 3 ഐറ്റം വാങ്ങിക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ കിട്ടുന്നു. അപ്പോൾ ഇവിടെയുള്ള ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആണ് ഞാൻ കണക്കാക്കാൻ പോകുന്നത്. ഇങ്ങനെ 3 വാങ്ങിക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ, 5 വാങ്ങിക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ, ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് 4 കിട്ടുന്നത്. ഈ 4 ഒരെണ്ണമാണ് ഫ്രീ. 3 വാങ്ങിക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഒരെണ്ണം ഫ്രീ എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുമ്പോൾ 25% എന്ന് പറഞ്ഞു കിട്ടും. ഇനി ഇവൻ 18,000 രൂപയ്ക്ക് പേ ചെയ്തത് കൊണ്ട് തന്നെ 18,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അഡീഷണൽ ആയിട്ട് ഒരു 10% ഡിസ്കൗണ്ടും ഇവന് കിട്ടും. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒരു പെർസെൻറ്റേജ് എക്സും മറ്റേ പെർസെൻറ്റേജ് വൈയും ആണ് എങ്കിൽ നമുക്ക് എഫക്റ്റീവ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എക്സ് പ്ലസ് വൈ മൈനസ് XY/100 ഇട്ട് ചെയ്താൽ മതി. അപ്പോൾ എക്സിന് പകരം 25 വൈക്ക് പകരം ഞാൻ 10 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 25 × 10 / 100, അതായത് 35 മൈനസ് 2.5 എന്ന് പറഞ്ഞ് കിട്ടും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത് 32.5 ആയിരിക്കും. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ പേടിക്കുന്നതേ ഉള്ളൂ, ക്വസ്റ്റ്യന് ചെയ്യാനൊന്നുമില്ല. സോ വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയതിന് ശേഷം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, 1 മിനിറ്റിനുള്ളിൽ 1.5 മിനിറ്റിനുള്ളിൽ. ഇല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ മാർക്ക് ചെയ്തിട്ട് പിന്നെ ചെയ്യാൻ നോക്കുക.